കഴിഞ്ഞ വർഷം പാകിസ്ഥാനിൽ അരങ്ങേറിയത് അതിതീവ്രമായ ക്രൈസ്തവ വേട്ടകളായിരുന്നു. വ്യാജ മതനിന്ദാ കുറ്റങ്ങൾ ചുമത്തി സ്ത്രീകളും പുരുഷന്മാരുമായി നിരവധി ക്രൈസ്തവ സഹോദരങ്ങളെയാണ് പാകിസ്ഥാനിൽ ക്രൂരമായി തല്ലിക്കൊല്ലുന്ന സാഹചര്യമുണ്ടായത്. ഈ വർഷവും സ്ഥിതിഗതികൾക്ക് ഒരു മാറ്റവുമില്ലാതെ അങ്ങനെ തന്നെ തുടരുകയാണ് എന്ന യാഥാർത്ഥ്യത്തെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് ആഗോള ക്രൈസ്തവ സമൂഹത്തിന് മുഴുവൻ നടുക്കത്തിലാഴ്ത്തിക്കൊണ്ട് പാകിസ്ഥാനിലെ ഗുജ്റൻവാലയിലെ ക്രിസ്ത്യൻ യുവാവായ സുലൈമാൻ മസീഹിനെ ഒരു കൂട്ടം ഇസ്ലാമിക തീവ്രവാദികൾ ക്രൂരമായി കൊലപ്പെടുത്തുന്ന സാഹചര്യമുണ്ടായത്. കേവലം 24 വയസ്സ് മാത്രം പ്രായമുള്ള സുലൈമാൻ്റെ ദാരുണമായ മരണം പാകിസ്ഥാനിലെ ക്രൈസ്തവരടക്കമുള്ള മതന്യൂനപക്ഷങ്ങൾ നേരിടുന്ന കനത്ത വെല്ലുവിളികൾക്കും പ്രതിസന്ധികൾക്കും കൃത്യമായ ഉദാഹരണമായി മാറിയിരിക്കുകയാണ്. കഴിഞ്ഞ ഡിസംബർ 29-നാണ് ഗുജ്റൻവാലയിലെ കോട്സാദുള്ളയിൽ വെച്ച് ഈ ചെറുപ്പക്കാരൻ ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഒരു കാരണവുമില്ലാത്ത ഈ ആക്രമണത്തിൻ്റെ പിന്നിൽ അധ്വാനിച്ച ജീവിതത്തിൽ പുരോഗതിയും വിജയങ്ങളും നേടുന്ന ക്രൈസ്തവനായ സുലൈമാനോട് പാകിസ്ഥാനിലെ ഇസ്ലാമിസ്റ്റുകൾക്കുണ്ടായ അസഹിഷ്ണുത മാത്രമാണ് ദാരുണമായ കൊലപാതകത്തിനുള്ള കാരണങ്ങൾ എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാനിൽ പുരോഹിതനായിരിക്കുന്ന ഫാദർ ലാസർ അസ്ലം പൊന്തിഫിക്കൽ ഫൗണ്ടേഷന് നൽകിയ വിവരമനുസരിച്ച് കഠിനാധ്വാനിയും സംരംഭകത്വ പരിശ്രമങ്ങളുമൊക്കെയായി സുലൈമാൻ പാഴ്വസ്തുക്കൾ ശേഖരിച്ച് വിറ്റാണ് വരുമാനമുണ്ടാക്കിയത്. മെല്ലെ മെല്ലെ ഗോതമ്പ് നെൽകൃഷികൾക്ക് ഉപയോഗിക്കുന്ന യന്ത്രങ്ങൾ സ്വന്തമാക്കുകയും അതുപയോഗിച്ച് കഠിനാധ്വാനം ചെയ്ത് പണമുണ്ടാക്കി 25 ഏക്കർ ഭൂമിയും സ്വന്തമായി വാഹനവും എല്ലാം ഈ ചെറുപ്പക്കാരൻ സ്വന്തമാക്കുന്ന സാഹചര്യമുണ്ടായി. ഇതോടെ തദ്ദേശീയരായ പാകിസ്ഥാനികൾക്ക് സുലൈമാനോട് വൈരാഗ്യമുണ്ടാവുകയും അത് കടുത്ത ശത്രുതയ്ക്കും ആക്രമണത്തിനും കാരണമാവുകയും ചെയ്യുകയായിരുന്നു. ക്രൈസ്തവനായ ഒരുവൻ കഠിനാധ്വാനം ചെയ്ത് വിജയിക്കുന്നത് കണ്ടിട്ട് സഹിക്കാനാകാതെ വന്ന പാകിസ്ഥാനി തീവ്രവാദികളുടെ ഭീഷണികളും ഉപദ്രവങ്ങളും ഒരു പരിധിവരെ സുലൈമാൻ സഹിക്കുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെ അദ്ദേഹത്തിൻ്റെ യന്ത്രങ്ങളും കൃഷിയും അസഹിഷ്ണുത മൂത്ത ഈ തീവ്രവാദികൾ നശിപ്പിച്ചതോടെ അയാൾ പോലീസിൽ പരാതിപ്പെടുകയും നടപടിയെടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിൽ പരാതിപ്പെട്ടതിൻ്റെ പേരിൽ അദ്ദേഹത്തെ വീണ്ടും ക്രൂരമായി ആക്രമിക്കുകയും അദ്ദേഹത്തെ വെടിവെക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് വൃക്കകൾക്ക് മാരകമായി പരിക്കേറ്റ സുലൈമാൻ പുതുവർഷത്തിൻ്റെ ആരംഭ ദിവസം തന്നെ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തു. 5 അക്രമികളിൽ 4 പേർ കേസിൽ ഇതുവരെ അറസ്റ്റിലായിട്ടുണ്ടെങ്കിലും പ്രധാന കുറ്റവാളി ഇപ്പോഴും ഒളിവിലാണ്. തദ്ദേശീയരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി ചില സാക്ഷികൾ മൊഴി മാറ്റിയെങ്കിലും ബോധപൂർവവും ആസൂത്രിതവുമായ ആക്രമണത്തിന് ഇരയായ നിരപരാധിയാണ് സുലൈമാൻ എന്ന് ദൃക്സാക്ഷി മൊഴി നൽകിയിട്ടുണ്ട്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവർക്കെതിരെ അവിടെയുള്ള തദ്ദേശീയരായ തീവ്രവാദികൾ നടത്തുന്ന ക്രൂരമായ ആൾക്കൂട്ട ആക്രമണങ്ങൾക്കും പിന്തുണ നൽകിക്കൊണ്ട് പലപ്പോഴും കയ്യും കെട്ടി നോക്കി നിൽക്കുകയാണ് അവിടുത്തെ അധികാരികൾ പലപ്പോഴും ചെയ്യുന്നത്. താൻ ഓടിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് അടുത്ത് കിടന്നത് ഉറുദു ഭാഷയിൽ എഴുത്തുള്ള ഖുറാൻ്റെ പേപ്പർ ആയിരുന്നുവെന്നും അതിൽ ചവിട്ടിയെന്നും ആരോപിച്ചാണ് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കത്തോലിക്ക വിശ്വാസിയായ ഡെന്നിസ് ആൽബർട്ടിനെ ക്രൂരമായി മർദ്ദിച്ച് ജയിലിലാക്കിയത് പാകിസ്ഥാനിൽ. പിന്നാലെ മറ്റൊരു കേസിൽ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി മുഹമ്മദ് ഇസ്മായേൽ എന്ന യുവാവിനെ അക്രമികളായ തീവ്രവാദികൾ ചുട്ടുകൊന്നു പാകിസ്ഥാനിൽ. കിഴക്കൻ പഞ്ചാബിലും ഇത്തരത്തിൽ നസീർ മസീഹ് എന്ന വയോധികനെ വ്യാജ മതനിന്ദാ കുറ്റങ്ങൾ ചുമത്തി ക്രൂരമായി തല്ലിക്കൊല്ലുകയും അയാളുടെ വീട് കൊള്ളയടിക്കുകയും ചെരുപ്പ് കട കത്തിക്കുകയും ചെയ്തു പാകിസ്ഥാനിൽ. 2023 ഓഗസ്റ്റിലും ഇത്തരത്തിൽ ക്രൈസ്തവർക്കെതിരെ വ്യാജ മതനിന്ദാ കുറ്റം ചുമത്തി 2 ക്രിസ്ത്യൻ സഹോദരങ്ങളെ ആക്രമിക്കുകയും 21 ക്രിസ്ത്യൻ പള്ളികൾ കത്തിക്കുകയും നിരവധി ക്രൈസ്തവ സ്വത്തുവകകൾ നശിപ്പിക്കുകയും ചെയ്തു പാകിസ്ഥാനിൽ. പാകിസ്ഥാനിലെ ക്രൈസ്തവർക്കെതിരെ ഇത്തരത്തിൽ നടക്കുന്ന ക്രൂരമായ ആക്രമണത്തിൻ്റെ ഒടുവിലത്തെ ഇരയാണ് ഇദ്ദേഹം. കഠിനാധ്വാനം ചെയ്ത് ജീവിതം വിജയിപ്പിച്ച സുലൈമാൻ മസീഹ് ക്രൂരമായ തീവ്രവാദി ആക്രമണത്തിൽ കൊല്ലപ്പെടുകയാണുണ്ടായത്. അദ്ദേഹത്തിൻ്റെ ദാരുണ മരണം അത് ഇസ്ലാമിക മതഭീകരതയുടെ ഇരയാണെന്ന് ദൃക്സാക്ഷികൾ തന്നെ മൊഴി നൽകിയിട്ടുള്ളതാണ്. ഫാദർ ലാസർ അസ്ലമും സുലൈമാൻ്റെ കുടുംബവും നീതിക്കായി ആവശ്യപ്പെടുകയും മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുന്നതിനും തുടർന്നുള്ള അക്രമങ്ങളും സാമൂഹികവും മതപരവുമായ വിവേചനങ്ങൾ തടയുന്നതിനും നിർണായകമായ നടപടി സ്വീകരിക്കാൻ പ്രാദേശിക അന്തർദേശീയ അധികാരികളോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണിപ്പോൾ. പിന്നാലെ കാത്തലിക് നാഷണൽ കമ്മീഷൻ ഫോർ ജസ്റ്റിസ് ആൻഡ് പീസ് സുലൈമാൻ്റെ കുടുംബത്തെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്.
ഇസ്ലാമിക ഭൂരിപക്ഷമായ നമ്മുടെ അയൽ രാജ്യങ്ങളിലെ അവസ്ഥയ്ക്ക് ഒടുവിലത്തെ ഉദാഹരണമാണ് സുലൈമാൻ്റേത്. ഇന്ത്യയിലെ ക്രൈസ്തവർക്കും ഇത് ദീർഘമായ ഒരു ഓർമ്മപ്പെടുത്തലായി മാറേണ്ടതാണ്.